ഏവർക്കും സ്നേഹവന്ദനം. ഇന്ത്യയിലെ ആന്റി കൺവേർഷൻ നിയമങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവനകൾ ചില മേഖലകളിൽ നിന്ന് ഇന്നലത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയോടുകൂടെ പല ആളുകളിലേക്കും തെറ്റിദ്ധാരണകൾ പരത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു ദൈവശാസ്ത്ര നിയമപരമായിട്ടുള്ള ആഴത്തിലുള്ള വിശകലനം അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ മുഖാന്തരം ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഒന്നാണെന്ന് നമുക്കറിയാം. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും ഒരുമിച്ച് ജീവിക്കുന്ന രാജ്യമാണിത്. ഇന്ത്യയുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ അവകാശം പ്രധാനമായും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 25 വഴിയാണ് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ വ്യക്തിക്കും തന്റെ മതം വിശ്വസിക്കാനുള്ള അവകാശം, അത് അനുഷ്ഠിക്കാനുള്ള അവകാശം, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് കൃത്യതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആന്റി കൺവേർഷൻ ലോ എന്നറിയപ്പെടുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി. ഈ നിയമങ്ങൾ മതപരിവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനായി കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. ഈ നിയമങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ഇന്ത്യയിലെ മതപരിവർത്തന നിയമങ്ങളുടെ ചരിത്രം. മതപരിവർത്തന നിയന്ത്രണ നിയമങ്ങൾ ഇന്ത്യയിൽ 1960കളിൽ ആരംഭിച്ചു. ആദ്യമായി ഈ നിയമം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ഒഡീഷ, ഇന്നത്തെ ഒഡീഷ എന്ന് പറയുന്ന ഒറീസ 1967, മധ്യപ്രദേശിൽ 1968, പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളും സമാന നിയമങ്ങൾ കൊണ്ടുവരുവാൻ ഇടയായി. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ നിയമങ്ങൾ സാധാരണയായിട്ട് ഫ്രീഡം ഓഫ് റിലീജിയസ് ആക്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സർക്കാരുകൾ പറയുന്നത് ബലം, വഞ്ചന, പ്രലോഭനം എന്നിവ ഉപയോഗിച്ച് നടക്കുന്ന മതപരിവർത്തനം തടയുക എന്നതാണ് ഈ നിയമങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, ആന്റി കൺവേർഷൻ നിയമങ്ങളുടെ പ്രധാന വ്യവസ്ഥകൾ. ഈ നിയമങ്ങൾ സാധാരണയായി 3 കാര്യങ്ങളെ നിരോധിക്കുന്നുണ്ട്. അത് വേണം താനും. ഒന്നാമതായിട്ട്, ബലപ്രയോഗം അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് കൺവേർഷൻ നടത്തുന്നത്. ആർക്കെങ്കിലും ഭീഷണി അല്ലെങ്കിൽ സമ്മർദ്ദം അല്ലെങ്കിൽ ഭയമുണ്ടാക്കി മതം മാറാൻ നിർബന്ധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും അവരുൾപ്പെട്ട് നിൽക്കുന്ന സംഘടനകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടത് വളരെ കർക്കശമായ നിലപാട് തന്നെ ആയിരിക്കണം. രണ്ടാമതായിട്ട്, ഫ്രോഡ് അഥവാ വഞ്ചന. മതവിശ്വാസങ്ങളെ തെറ്റായി അവതരിപ്പിച്ച ആളുകളെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് അതും വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ആ വിധത്തിൽ അതിന് ശിക്ഷ കൽപ്പിക്കേണ്ടത് തന്നെയാണ്. മൂന്നാമതായിട്ട്, ഇൻഡ്യൂസ്മെന്റ് അല്ലെങ്കിൽ പ്രലോഭനം. സാമ്പത്തിക സഹായം, ജോലി വാഗ്ദാനം കൊടുക്കുക, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രലോഭനങ്ങൾ നൽകി മതം മാറാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രേരിപ്പിക്കുന്നവരെ തീർച്ചയായിട്ടും കയ്യാമം വെക്കേണ്ടത് തന്നെയാണ്. ചില സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനത്തിന് മുമ്പ് സർക്കാർ അധികാരികളെ അറിയിക്കണമെന്ന വ്യവസ്ഥയും ഉണ്ട്. നാലാമതായിട്ട്, സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധി. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേസ് അത് റവറൻഡ് സ്റ്റാൻലെസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്നുള്ളതാണ്. ഈ കേസിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ 1977 പറഞ്ഞത് മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്, എന്നാൽ മറ്റൊരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ അവകാശമില്ല. ഈ വിധിയാണ് പിന്നീട് വന്ന പല ആന്റി കൺവേർഷൻ നിയമങ്ങൾക്കും അടിസ്ഥാനമായിട്ട് സർക്കാരുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അഞ്ചാമതായിട്ട്, ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ സുവിശേഷ പ്രഘോഷണം. ക്രിസ്തീയ വിശ്വാസത്തിൽ സുവിശേഷം അറിയിക്കൽ എന്ന് പറയുന്നത് അതൊരു അത്യന്തം പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. ഈ ദൗത്യം യേശുക്രിസ്തുവിന്റെ കൽപ്പനയായിട്ടാണ് ക്രിസ്തീയ സഭ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ദ ഗോസ്പൽ ഓഫ് മാത്യു അല്ലെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള കർത്താവിന്റെ നിയോഗം, അതിനെയാണ് ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്വമാണ്, അതൊരു ദൗത്യമാണ്, ഇറ്റ്സ് എ മിഷൻ. അതുമാത്രമല്ല, അതൊരു ആത്മീയ വിളിയാണ്. അതെല്ലാ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്തീയ വിശ്വാസിയിലും ഈ വിളിയുണ്ട്, ഈ ദൗത്യമുണ്ട്, ഈ ഉത്തരവാദിത്വമുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് കഴിയുകയില്ല. ഓരോ ചർച്ച് മെമ്പറും ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ, അവൻ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ, അവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് താൻ അനുഭവിക്കുന്ന ഈ നിത്യരക്ഷയെ ജനതയോട്
പങ്കുവെക്കുക എന്നുള്ള ദൗത്യം അവനിൽ അന്തർലീനമാണ്. ആറാമതായിട്ട് ആന്റി കൺവേർഷൻ ലോ, സുവിശേഷ പ്രഘോഷണത്തെ ബാധിക്കുന്ന രീതികൾ ഏതെല്ലാം തരത്തിലാണ്? ഈ നിയമങ്ങൾ ചില സാഹചര്യങ്ങളിൽ ക്രിസ്ത്യൻ സുവിശേഷ പ്രഘോഷണത്തെ അല്ലെങ്കിൽ പ്രേക്ഷിത ദൗത്യത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒന്ന്, നിയമപരമായ അനിശ്ചിതത്വം. അല്ലൂസ്മെന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് എന്ന പദങ്ങൾ പലപ്പോഴും വളരെ വ്യാപകമായിട്ട് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, ദരിദ്രർക്കുള്ള സഹായം, ഇവ ചിലപ്പോഴൊക്കെ തെറ്റായിട്ട് മതപരിവർത്തന പ്രലോഭനമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ ഇടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി സാമൂഹിക നിരീക്ഷണം. ചില പ്രദേശങ്ങളില് പ്രാർത്ഥനാ യോഗങ്ങൾ, സുവിശേഷ പ്രവർത്തന യോഗങ്ങൾ, ബൈബിൾ പഠനങ്ങൾ ഇവ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് പരാതി നൽകുവാനുള്ള സൗകര്യം. ചില നിയമങ്ങൾ പ്രകാരം പരാതികള് അനാവശ്യമായ തലങ്ങളിൽ നൽകുന്നു. ഉദാഹരണത്തിന് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരാള് ക്രിസ്ത്യ വിശ്വാസിയാണെങ്കിൽ അയാളെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകൾക്കെതിരെ മതപരിവർത്തനത്തെക്കുറിച്ച് പരാതി നൽകുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപാകത. ഇത് ചിലപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പലയിടങ്ങളിലും അത് സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് ഈ വിധത്തിലുള്ള കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപരാധികളായിട്ടുള്ള നിരവധി ആളുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏഴാമതായിട്ട് സഭ നേരിടുന്ന സാമൂഹ്യ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആന്റി കൺവേർഷൻ ലോ നിയമപരമായ വിഷയം മാത്രമല്ല, അതൊരു സാമൂഹ്യ പ്രതിഫലനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമതായി തെറ്റിദ്ധാരണകൾ. സുവിശേഷ പ്രഘോഷണം ചിലപ്പോൾ മതപരിവർത്തന പ്രചരണം എന്ന് തെറ്റായിട്ട് ആളുകൾ മനസ്സിലാക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് മതങ്ങൾക്കിടയിലെ സംഘർഷം. ചില പ്രദേശങ്ങളിൽ മതപരമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഛത്തീസ്ഗഡിലും ഹരിയാനയിലും മറ്റ് യുപിയിലും ഒക്കെ ഇത് വളരെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹിക സമ്മർദ്ദം. മതം മാറുന്ന വ്യക്തിക്ക് ചിലപ്പോൾ കുടുംബ സമ്മർദ്ദം ഭയങ്കരമായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും ഇത് മുഖാന്തരം ആവിർഭവിക്കുന്നു. എട്ടാമതായിട്ട് ഉത്തരവാദിത്വപരമായ സുവിശേഷ പ്രഘോഷണം. എങ്ങനെയാണ് ക്രിസ്ത്യൻ സഭകൾ നിയമപരമായും സാമൂഹിക സാഹചര്യവും മാനിച്ചുകൊണ്ട് പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കേണ്ടത്? ഒന്നാമതായിട്ട് അത് സ്നേഹത്തോടെയുള്ള സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സാക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹത്തോടെ ആയിരിക്കണം, വിനയത്തോടെ ആയിരിക്കണം, ബഹുമാനത്തോടെ ആയിരിക്കണം. മറ്റുള്ളവരെ മാനിക്കാതെയും മറ്റുള്ളവരെ കൃത്യമായി വേണ്ടുന്ന വിധത്തിൽ അവർക്ക് റെസ്പെക്ട് കൊടുക്കാതെയും നാം എന്ത് പറഞ്ഞിട്ടും അതിന് യാതൊരു വാല്യൂം ഉണ്ടാകുകയില്ല. രണ്ടാമതായിട്ട് സേവനം. വ്യവസ്ഥകളില്ലാതെ സേവനം ചെയ്യുക. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ കുടിക്കുവാൻ കൊടുത്തതും നിങ്ങൾ ചെയ്തതും ഒക്കെ എനിക്ക് വേണ്ടിയിട്ടാവുന്നു ചെയ്തത്. എന്തൊക്കെയായിരുന്നു അതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ധരിപ്പിച്ചു. ഞാൻ ദാഹിച്ചവനായിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. ഞാൻ വിശന്നവരായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നവനായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഒക്കെ എപ്പോഴാണ് കർത്താവേ ഞങ്ങൾ ചെയ്തതെന്ന് നീതിമാന്മാരായിട്ടുള്ള ആളുകൾ ചോദിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഉത്തരം എന്താണ്? ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തൊക്കെയും എനിക്കാവുന്നു ചെയ്തത്. അതുകൊണ്ട് സേവനം എന്ന് പറയുന്നത് അതിനകത്തൊരു കണ്ടീഷൻ പാടില്ല. വ്യവസ്ഥകളില്ലാതെ സേവനം ചെയ്യുക. വിദ്യാഭ്യാസവും സാമൂഹിക സേവനങ്ങളും മതപരിവർത്തനത്തിനായിട്ടല്ല, മനുഷ്യ സേവനത്തിനായിട്ടായിരിക്കണം നാം ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന്. മൂന്നാമതായിട്ട് നിയമബോധവൽക്കരണം. പലപ്പോഴും പല പാസ്റ്റേഴ്സിനും പല വൈദികർക്കും വേണ്ടുന്ന വിധത്തിലുള്ള നിയമബോധം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് അച്ഛന്മാർക്കും പാസ്റ്റേഴ്സിനും മാത്രം പോരാ, സാധാരണപ്പെട്ട വിശ്വാസികൾക്കും നിയമബോധം അനിവാര്യമാണ്. അതൊക്കെ ഇപ്പൊ നമുക്ക് ഏത് തലത്തിലും വേണമെങ്കിൽ ആ അറിവുകളൊക്കെ സമ്പാദിക്കാവുന്നതാണ്. അത് സമ്പാദിക്കണം. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് അനുകൂലങ്ങൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളിൽ സഭ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഞായറാഴ്ച വെറും ആത്മീയ പ്രസംഗങ്ങൾ മാത്രം പോരാ, ആത്മീയ പ്രഭാഷണങ്ങളോടൊപ്പം തന്നെ ആളുകൾ ഭൗതികമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെയും നീതിന്യായ വ്യവസ്ഥകളെ കുറിച്ചുള്ള അറിവുകളും ഒക്കെ ഉണ്ടാകുവാൻ കൊണ്ട് ഇടയായിത്തീരണം. ഒമ്പതാമതായിട്ട് ബൈബിളിന്റെ ദൃശ്യം.
ബൈബിൾ രണ്ട് പ്രധാന സിദ്ധാന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഭരണാധികാരികളെ ബഹുമാനിക്കുക. വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. രണ്ട്, ദൈവത്തെ അനുസരിക്കുക. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് അല്ലെങ്കിൽ അപ്പോസ്തല നടപടികൾ 5-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാണ്. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ മനുഷ്യരെ അനുസരിക്കേണ്ട ഉള്ള അല്ല അർത്ഥം. പക്ഷേ ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള മാനുഷിക കൽപ്പനകളെ അനുസരിക്കുവാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം തന്നെയാണ്. അപ്പൊ ആദ്യകാല സഭയും ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ വെല്ലുവിളികളെ എങ്ങനെയാണ് അവർ അതിജീവിച്ചത്, അതേ പാറ്റേണിൽ തന്നെ നമുക്കും അതിജീവിക്കാനായിട്ട് സാധിക്കും. 10-ാമതായിട്ട്, ഇന്ത്യയിലെ സഭയുടെ ഭാവി. ഇന്ത്യയിൽ ക്രിസ്തീയ വിശ്വാസികൾ ചെറിയ ശതമാനം മാത്രമാണുള്ളത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ സഭയുടെ സ്വാധീനം അവരുടെ ആനുപാതിക ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ളതല്ല, മറിച്ച് അതിനേക്കാൾ എത്രയോ 100 മടങ്ങ് അധികമായിട്ടാണ് സഭയുടെ സ്വാധീനം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ക്രൈസ്തവ സഭകളിലെ അംഗങ്ങളെ മാത്രം പരിപോഷിപ്പിച്ചാൽ മതിയെങ്കിൽ ഇവിടെ നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ അതിനു വേണ്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മള് ക്രൈസ്തവ സഭ മാത്രമേ ഉള്ളൂ സഭയ്ക്ക് വേണ്ടി അല്ലാത്ത ശുശ്രൂഷകൾ ചെയ്യുന്നത്. അതിലെ അംഗങ്ങൾക്ക് അല്ലാത്ത ശുശ്രൂഷകൾ, അതിലെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, മറിച്ച് സകല മനുഷ്യരുടെയും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെ? നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനകളിലും എല്ലാ വിശുദ്ധ ആരാധനകളിലും നാം നമ്മുടെ രാജ്യത്തെ, പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, നമ്മുടെ മുഖ്യമന്ത്രിയെ, മറ്റുള്ളവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ദൗത്യമാണ്. ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തോട് കടമയുള്ളവരായി രാജ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നിറവേറ്റുവാൻ ബാധ്യസ്ഥരുമാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരെ നിറവേറ്റുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് അറിയണം. ക്രിസ്തീയ സ്ഥാപനങ്ങൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സ്ഥാപനങ്ങൾ, സ്കൂളുകള്, കോളേജുകള്, ആശുപത്രികള്, ഇന്ത്യയുടെ സാമൂഹ്യ പുരോഗതിയിൽ നാം വഹിക്കുന്ന പങ്ക് അത് വളരെ വലുത് തന്നെയാണ്. നമ്മുടെ സാന്നിധ്യം നമ്മള് ഭൂമിയുടെ ഉപ്പായിട്ട്, അതേപോലെ തന്നെ ലോകത്തിന്റെ വെളിച്ചമായിട്ട്, ഈ രാജ്യത്തിന്റെ പ്രകാശമായിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഭാവിയിൽ സഭയുടെ ദൗത്യം, ഇന്ത്യയിലെ സഭയുടെ പ്രധാന ദൗത്യങ്ങളൊന്ന് സമാധാനപരമായ പ്രേക്ഷിത ദൗത്യ പ്രഘോഷണമാണ്. നാം സുവിശേഷ പ്രഘോഷണത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. സാമൂഹ്യ സേവനം അത് വളരെ നിർബന്ധമാണ് നമ്മുടെ മേൽ. നാം അത് ചെയ്തേ പറ്റൂ. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. മതങ്ങൾക്കിടയിലെ സംവാദം, നിയമപരമായ ബോധവൽക്കരണം. 12-ാമതായിട്ട് ഇതിന്റെ കൺക്ലൂഷനായിട്ട് ആന്റി കൺവേർഷൻ ലോസ് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളുടെ ഭാഗമായിട്ട് തീരണം. ഈ വിഷയത്തിൽ സഭയ്ക്ക് ആവശ്യമായത് പരിജ്ഞാനമാണ്. വി നീഡ് വിസ്ഡം. അതേപോലെ തന്നെ വിവേകം വേണം, നിയമബോധം വേണം. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകണം. ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാന സന്ദേശം സ്നേഹവും സത്യവുമാണ്. അത് മറന്നു പോരുത്. സ്നേഹവും സത്യവും ഇവയില്ലാതെ നാം ചെയ്യുന്ന ശുശ്രൂഷകളൊന്നും ഫലപ്രദമാകുകയില്ല. അതുകൊണ്ട് സഭയുടെ ദൗത്യം സ്നേഹത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി സുവിശേഷം പങ്കിടുക. അങ്ങനെ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും സ്നേഹത്തിൽ നമുക്ക് ഫേസ് ചെയ്യുവാനും അതിനെ അതിജീവിക്കുവാനും അങ്ങനെ മറ്റുള്ളവർ കൂടെ ദൈവസ്നേഹം അറിയുവാനും ഇടയായിത്തീരട്ടെ. നന്ദി, നമസ്കാരം.